ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് ഒരു കല്യാണത്തിന് പോവുകയാണ്. അടൂർ വെച്ചാണ് കല്യാണം. അപ്പോൾ പപ്പയും അമ്മയും നീനും ഒക്കെ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് അങ്ങോട്ടേക്ക് കല്യാണത്തിനാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ഇടാതെ ഒരു ബ്രേക്ക് വന്നിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ വീക്കിലി 3 ലോങ് വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ഒരു ബ്രേക്ക് വന്നത്. അപ്പോൾ വീണ്ടും അതൊന്ന് റീസ്റ്റാർട്ടൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അത് എത്രത്തോളം ഇനി മുന്നോട്ട് പോകുന്നറിയില്ല, എന്നാലും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കല്യാണത്തിന് ഇങ്ങനെ പോവുകയാണ്. രാവിലെ നമ്മൾ ഒരു 6:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ ഫുഡ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ആര്യാസിൽ കയറി നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് തന്നെ ഇരിക്കുന്നത്. ചോട്ടവും മീട്ടവും മാത്രം ഡ്രസ്സ് ചെയ്തില്ല. ഇനി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ. മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഫങ്ഷൻ നടക്കുന്നത്. അത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ മാങ്കൂട്ടം തന്നെയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ നേരത്തെ ഞാനൊരു എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ജിൻസിൻ്റെയും മിത്രയുടെയും. അവരുടെ മാരേജ് ഫങ്ഷനാണ്. അപ്പോൾ ചോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഭയങ്കര ഫോമൊക്കെ ആയിരുന്നു. കുറേ നേരത്തേക്ക് ഭയങ്കര കളിയും ചിരിയും ബോളും എറിഞ്ഞും അതിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് ബോൾസൊക്കെ ഉണ്ടാക്കിയും കളിക്കുകയും അങ്ങനെയൊക്കെ കുറേ നേരം കളിച്ചതിന് ശേഷം പിന്നെ അവളങ്ങ് ഉറക്കമായി. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് അവിടെ ചെന്നിട്ട് പിന്നെ ഭയങ്കര പ്രശ്നമൊക്കെ ആയേനായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ഉറങ്ങിയതൊക്കെ കൊണ്ട് അവിടെ ചെന്ന് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആൾ പിന്നെ വീണ്ടും പഴയ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേനും തന്നെ ചോട്ടുവിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ആദ്യമേ ആ ഫ്ലവേഴ്സ് എല്ലാം ഇളക്കിയെടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നോട് വാശി പിടിച്ചുകൊണ്ട് നിന്ന്. അവസാനം ഞങ്ങൾ ഒരെണ്ണം ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, നമ്മുടെ ബ്രൈഡ് മിത്ര. ഇനി അടുത്ത് ഇതാണ് നമ്മുടെ പയ്യൻ്റെ വണ്ടി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മണവാളൻ ഇരിപ്പുണ്ട്, ജിൻസുണ്ട്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, അമ്മായിയപ്പനും മരുമോനൊക്കെ ഇപ്പോൾ ഏകദേശം ഒരേ ഷെയ്ഡിലുള്ള കളറിലുള്ള ഷർട്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് നമ്മുടെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാറായപ്പോഴത്തേക്കും തന്നെ നമ്മൾ എത്തിയായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ബ്രൈഡും ഗ്രൂമും അവർ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അവരുടെ എൻട്രി ടൈമായി. അപ്പോൾ അവരിനി അകത്തേക്ക് കയറുക. പപ്പയും മമ്മിയൊക്കെ ആദ്യമേ നേരത്തെ ഹാളിൽ കയറിയിരുന്നായിരുന്നു. അപ്പോൾ നമ്മളിനി അകത്തേക്ക് കയറാൻ പോകണം. പിന്നെ അവിടെ വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോട്ടുവിന് ഉറക്കം എഴുന്നേറ്റതിന് ശേഷം ഒന്നും കൊടുത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ചോട്ടുവിന് ഇന്ധനമൊക്കെ നിറച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റിയത്. അല്ലെങ്കിൽ പിന്നെ ചോട്ടു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് നമ്മളെ വെളിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിലും ചോട്ടു ഇപ്പോൾ എന്തായാലും അകത്തിരിക്കാൻ പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പുറത്ത് നമുക്ക് ഇറങ്ങി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ എന്തായാലും ഫുഡൊക്കെ കുറച്ച് ഇന്ധനമൊക്കെ അകത്ത് നിറച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അകത്ത് കയറ്റി അങ്ങ് ഇരുത്തി. അവിടുത്തെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ പക്ക നീറ്റായിരുന്നു. നമുക്കൊരു ക്രൗഡായിട്ടൊന്നും ഫീൽ ചെയ്യും. എല്ലാവർക്കും ഇരിക്കാൻ കറക്റ്റ് വിളിച്ചവർക്കുള്ള കറക്റ്റ് സ്പേസും എല്ലാം നല്ല നീറ്റായിരുന്നു. ഫുൾ ആരും അങ്ങനെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുക. അതങ്ങനെ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനും ചോട്ടുമൊക്കെ തന്നെയായിരിക്കും. ചോട്ടു കുറച്ച് നേരം അവിടെ ഇരിക്കും, പിന്നെ പുറത്ത് പോകും. അങ്ങനെയാണ് അകത്തിരുന്നത്. ചോട്ട് കുറേ നേരം കഷ്ടപ്പെട്ട് ടിഷ്യൂ പേപ്പറും കപ്സൊക്കെ വെച്ച് കുറേ നേരമൊക്കെ അവിടെ ഇരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചോട്ടുവിന് എത്ര ശ്രമിച്ചിട്ടും അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മളെയും വിളിച്ചുകൊണ്ട് അവൾ പുറത്ത് ചാടി. പിന്നെ നമ്മളും അവിടെ കുറേ നേരമൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കുറേ നേരം ചോട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ കുറേ നേരം വെളിയിൽ തന്നെ അങ്ങനെ നിൽപ്പായിരുന്നു. പുറത്ത് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒട്ടും വെയിലും ഇല്ല, എന്നാൽ മഴയും ഇല്ല, എന്നാൽ മഴക്കോളും ഉണ്ട്. അങ്ങനെ നല്ല ഒരു ചൂടും ഇല്ല തണുപ്പും ഇല്ലാത്തൊരു അടിപൊളി കാലാവസ്ഥയായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ അനിയൻകുട്ടൻ ലാൻഡ് ചെയ്തത്. ചെറിയൊരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ വെളിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു കുടിക്കാനായിട്ട് വേറെ വെള്ളമൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമാണ് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും അകത്ത് കയറിയിരുന്നു. ചോട്ടുവിന് ഒരു വിധത്തിലാണ് അകത്ത് കയറ്റിയത്. അകത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിക്കാമെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് അകത്ത് കൊണ്ടുവന്നിരുത്തിയത്. പക്ഷേ അകത്ത് വന്നിരുന്നിട്ടും ആൾക്ക് ഭയങ്കര
അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് കുറേ നേരം ഇരുന്നത്. കുറേ നേരം എൻ്റെ അടുത്ത് ഫോൺ ചോദിച്ചു. ഞാൻ പിന്നെ ഫോണൊന്നും കൊടുക്കാതെയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അമ്മയുടെയൊക്കെ കൂടെ, അമ്മയുടെയും പപ്പയുടെയൊക്കെ കൂടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിയൊക്കെ തുടങ്ങിയായിരുന്നു. എന്തോ ഇപ്രാവശ്യം അമ്മയൊക്കെ വന്നപ്പോഴത്തേക്കും ഇത്തവണ ചോട്ടുവിന് പിന്നെ അമ്മയുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അവർ രാവിലെ വന്നു, അന്ന് കല്യാണം കൂടിയിട്ട് പോവുമായിരുന്നു. ചോട്ടു ആണെങ്കിൽ എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് അന്നത്തെ ദിവസം കൂടുതലും ചോട്ടു സ്പെൻഡ് ചെയ്തത് അമ്മയുടെ കൂടെ ആയിരുന്നു. ചോട്ടുവും മീട്ടുവും എപ്പോഴും അമ്മയും പപ്പയും അമ്മു അപ്പു എന്നാണ് വിളിക്കാറ്. ഇപ്രാവശ്യം പക്ഷേ ചോട്ടു അമ്മ അമ്മ എന്നും വിളിച്ചുകൊണ്ടാണ് അമ്മയുടെ പുറകെ നടന്നത്. അമ്മു എന്നുള്ള വിളിയൊക്കെ മാറ്റി ഇപ്രാവശ്യം അമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നീനു എൻ്റെ അമ്മയാന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല എൻ്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ടാണ് ഭയങ്കരമായിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ഇപ്രാവശ്യം ഇരിക്കുമായിരുന്നു. അവിടെ സ്റ്റേജിലാണെങ്കിൽ പ്രെയറും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഇവിടെ ചോട്ടവും മീട്ടവും ഒന്നും ഒരു മൈൻഡും ഇല്ല. അവരുടേതായ ഒരു ലോകത്താണ് അവരിയ്ക്കുന്നത്. കുറേ നേരം ഇരുന്ന് ബോറടിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഇനിയിപ്പോൾ ചോട്ടു കുപ്പിയും പാട്ടയൊക്കെ എടുത്ത് കളിക്കാനൊക്കെ തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. മീട്ടുവും നന്നുമൊക്കെ ഒരു സൈഡിലിരുന്ന് അവരുടേതായ ലോകത്തിരുന്ന് അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ചോട്ടുവും മീട്ടുവും തമ്മിലൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചോട്ടു വാശി പിടിച്ചു കഴിഞ്ഞാൽ അതും കൊണ്ടേ അവൾ പോവുള്ളൂ. പക്ഷെ മീട്ടു ആണെങ്കിൽ നമ്മൾ വേണ്ട, നമുക്കതിപ്പോൾ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതെല്ലാം നല്ല രീതിയിൽ മീട്ടു അതിനെ മനസ്സിലാക്കി അതെല്ലാമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പായിരുന്നു മീട്ടുവിൻ്റെ ക്യാരക്ടർ. ചോട്ടു നേരെ തിരിച്ചാണ്. അവൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയും അവൾ നടത്തിയെടുക്കും. അതുപോലെയാണ് ഇന്ന് ഈ കുപ്പിയും വെച്ചിട്ടുള്ള കളി. കുറേ നേരം ഇരുന്ന് ട്രൈ ചെയ്താണ് അവൾ ലാസ്റ്റ് അവൾ തന്നെ വെച്ചതിന് ശേഷം മാത്രമാണ് അവൾ ആ കളി സ്റ്റോപ്പ് ചെയ്തത്. അതുവരെ അവളത് ട്രൈ ചെയ്ത് ഒറ്റയ്ക്കത് ചെയ്ത് എടുക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ പപ്പയോട് പറയുമായിരുന്നു, അപ്പു ഞാൻ ചെയ്തു, അപ്പു ഇനി അതുപോലെ ചെയ്യുമെന്നും പറഞ്ഞ് പപ്പയുടെ അടുത്ത് പറഞ്ഞു പപ്പയെ കൊണ്ട് പിന്നെ ചെയ്യിപ്പിക്കുകയായിരുന്നു ചോട്ടു ചെയ്തുകൊണ്ടിരുന്നത്. പപ്പ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നും പറഞ്ഞ് പിന്നെ പപ്പയിട്ട് ഒത്തിരി കളിയാക്കലൊക്കെ ആയിരുന്നു പിന്നെ ചോട്ടുവിൻ്റെ പരിപാടി. അങ്ങനെ ഏകദേശം നമ്മുടെ പ്രോഗ്രാമൊക്കെ വൈൻഡപ്പൊക്കെ ചെയ്യാറായി. പിന്നെ അവിടുത്തെ സ്റ്റേജിലെല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളിനി അടുത്ത് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ചോട്ടു അങ്ങനെ അധികം ചോറൊന്നും കഴിച്ചില്ല. ചോട്ടു കൂടുതൽ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും മാത്രമാണ് കഴിച്ചത്. പിന്നെ നമ്മൾ ചോട്ടുവിന് ഐസ്ക്രീമൊക്കെ പിന്നെ വല്ലാണ്ട് താല്പര്യമായതുകൊണ്ടായിരിക്കും ചോറധികം അവൾ കഴിച്ചില്ല. ഫുഡ് നല്ല സിറിയൻ ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി അവിടെ ചുറ്റിലിരുന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ചോട്ടു ആണെങ്കിൽ അമ്മയുടെയും പപ്പയുടെയൊക്കെ കൂടെ പാലക്കാട് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആണെന്നാണ് തോന്നുന്നത്. അവൾക്ക് ഗ്രൂട്ടിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുവാണ്. അമ്മയുടെ കൂടെ പോകണം, പാലക്കാട് പോകണം എന്നൊക്കെ പറഞ്ഞ് നീനുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മയുടെയും പപ്പയുടെയും കൂടെ അവൾ പൊക്കോളാമെന്നും പറഞ്ഞ് നീനുവിനെ ഇങ്ങനെ അടിച്ച് ഓടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മയൊക്കെ പോകാനായിട്ട് സമയം ഇങ്ങനെ അടുത്തടുത്ത് വരും തോറും ചോട്ടു ആണെങ്കിൽ മടിയിൽ നിന്ന് മാറാതെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല, അമ്മൂൻ്റെ കൂടെ പോവുകയാണെന്നും പറഞ്ഞ് അങ്ങനെ മടി കയറി ഇരിക്കുക. ഇനിയിപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞായിരുന്നു. എന്നിട്ട് ഇനി അടുത്ത് അമ്മയും പപ്പയൊക്കെ കൊണ്ടുപോയിട്ട് അവർ ട്രെയിനിലല്ലേ ഇപ്രാവശ്യം പോകുന്നത്. അടൂരിൽ നിന്ന് പിന്നെ ട്രെയിനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെങ്ങന്നൂരോ കൊല്ലത്തേക്കൊക്കെ പോകണം എന്നുള്ളത് കൊണ്ടും അവർ KSRTCയിലാണ് പോകുന്നത്. നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ അടൂർ ബസ് സ്റ്റാൻഡിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. നന്നുവും മീട്ടവും ചോട്ടവും നന്നേ ക്ഷീണിച്ചിട്ടുണ്ട്. കിടന്ന് ഓടിച്ചാടി ഏകദേശം അവർ ഒരു വഴിക്കായി. ചോട്ടു ഇപ്പോഴും വിചാരിച്ച് വെച്ചേക്കുന്നത് അമ്മയുടെയും പപ്പയുടെയൊക്കെ കൂടെ തിരിച്ച് പാലക്കാടേക്ക് പോകാം, ഗ്രൂട്ടിനെ കാണാം, അവൻ്റെ കൂടെ കളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചോട്ടു നിൽക്കുന്നത്. അങ്ങനെ പപ്പയും അമ്മയൊക്കെ പോകാൻ സമയമായി. അവർക്ക് ബസ് വന്ന് നിൽക്കുമ്പോഴും ചോട്ടു വല്ലാതെ പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നത്.
അവർ പോയപ്പോഴത്തേക്കും പിന്നെ ചെറിയൊരു ചിണുക്കമൊക്കെ വന്നായിരുന്നു. പക്ഷെ പെട്ടെന്ന് ലേസിൻ്റെ ഇതിൽ ആളതൊക്കെ അങ്ങ് മറന്നു പോയായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ ബസ്സായതുകൊണ്ട് അവർക്ക് പിന്നെ നമ്മുടെ വീടിൻ്റെ അതേ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങാനും പറ്റും. അങ്ങനെ അവരെ നമ്മൾ ബസ്സൊക്കെ കയറ്റി വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് ജിൻസിൻ്റെ വീട്ടിലേക്കാണ്. ഞാനും മീട്ടവും ചോട്ടും ഒക്കെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഈ വീട്ടിലേക്ക് വരുന്നത്. ഫസ്റ്റ് വ്യൂവിൽ തന്നെ എനിക്ക് വീട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി, പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമുള്ളൊരു വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു വീട്. രാവിലെ മുതൽ 3 പേരും ഈ ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഇവിടെ വന്നതും പിന്നെ 3 പേരും പെട്ടെന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ അവരിനി അടുത്ത് അവരുടെ കളിയുടെ മൂഡിലേക്കാണ്. മേളത്തെ പോർഷനിലാണ് ഇതുപോലൊരു ചെറിയൊരു പോർഷൻ വന്നേക്കുന്നത്. കളിക്കാനൊക്കെ നല്ല അടിപൊളി ആയിട്ട് വ്യൂവും സൂപ്പറായിരുന്നു വീടിൻ്റെ അവിടെ നിന്ന്. വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു പള്ളി, പിന്നെ വീടിനോട് ചുറ്റും റബ്ബർ തോട്ടവും, അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. പിന്നെ അധികം നേരം മേളിൽ നിൽക്കാൻ പറ്റില്ല, കാരണം ഈ ചോട്ടുവിന് കുറച്ച് വികൃതി കൂടുതലായതുകൊണ്ട് ആ സൈഡിലൊക്കെ ഗ്യാപ്പ് നല്ലതുള്ളത് കൊണ്ടും അവിടെ നിൽക്കാൻ കുറച്ച് സേഫ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പിള്ളേരെയൊക്കെ കൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അവർക്ക് മുകളിൽ നിന്ന് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ചോട്ടു ഒട്ടും പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവൾ പോകരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നുള്ളതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവളെ ഇങ്ങ് താഴേക്ക് ഇറക്കിയായിരുന്നു. പിന്നെ താഴെ കിടന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി സേഫാണല്ലോ, വീഴത്തൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ചോട്ട് പിന്നെ കുറേ തോക്കും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ വെടിവെക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചൻ്റെ അടുത്തും തോക്കും കൊണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിള്ളേർ സെറ്റെല്ലാം അവിടെ ഭയങ്കര എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇച്ചായനും അച്ചാച്ചനും രജിനും ജിജോ അച്ചാച്ചനും അവരെല്ലാവരും കൂടി പുറത്തോട്ടേക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ ഇനി അവരൊക്കെ വന്നിട്ട് വേണം നമുക്ക് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരാൻ. രാത്രി ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലോക്കൊന്നും അധികം ഉണ്ടാവില്ല, പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്താമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 7 മണി 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാനൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ട് ആക്റ്റീവ് ആവാൻ പറ്റുമോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിക്കുവാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ക്ഷമയോടുകൂടി ഇരുന്ന് കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.